അതിലിപ്പോൾ ഗുരുജി സൂചിപ്പിച്ച കൊതുകിൻ്റെ കാര്യം, ഞാനും കൊതുകിനെ കൊന്നുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് രോഗി സാറുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ഗുരുജി പറഞ്ഞു, കൊതുക് വന്ന് നമ്മളെ കുത്തുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം കാണും. കഥയല്ല, അതെന്താ അത് പറയുമ്പോൾ മാത്രം കഥയാകുന്നത്? മിത്തും കഥയാകും. വിശ്വാസമല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നടന്നോ? അതപ്പ കഥയാകുന്നത് എങ്ങനെയാ? അതാണ് എനിക്ക് പിടിക്കാത്ത. അപ്പ കഥ വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമത്തിൽ വരണമെന്ന് പറഞ്ഞ് വാക്കായി. അപ്പോൾ അടുത്ത ചതുർമാസത്തിൽ വിശ്വാമിത്ര മഹർഷിയുടെ വീട്ടിലല്ല, ആശ്രമത്തിൽ വസിഷ്ഠ മഹർഷി ചെന്നു. ചതുർമാസ കാലം കഴിഞ്ഞ് യാത്ര പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ചതുർമാസ കാലത്തിൽ ചെയ്ത ജപം തപം ഇതിൻ്റെ ഒരു ദിവസത്തെ ഫലം ഞാൻ അങ്ങേക്ക് തരുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ ഒറ്റ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഹിന്ദു മതം എന്ന് പറയും. ഒരു മതവും ഇല്ല. നമുക്കുള്ളൊരു പ്രശ്നം അതാ, നമുക്ക് ഹിന്ദു മതം എന്നൊന്നില്ല, ഉണ്ടെന്ന് വേറെ ആരോ നമ്മളെ ധരിപ്പിച്ച് വെച്ചിരിക്കുക. മഹാഗുരുശരണം. അപ്പോൾ ഇവിടെ ഈ ക്ഷേത്ര സങ്കേതത്തിൽ പ്രതിഷ്ഠിതയായിരിക്കുന്ന ദുർഗാദേവി, ഭദ്രകാളി ദേവി, മറ്റ് ഉപദേവതകളെ മനസ്സാ നമസ്കരിച്ചുകൊണ്ട് ഇവിടെ വേദിയിൽ ഉപവിഷ്ടനായ ആദരണീയായ ശ്രീ തസ്മൈ ഗുരുജിയെ നമസ്കരിച്ചുകൊണ്ട്, അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യരായ ശ്രീ വ്യാസൻ സാർ, ശ്രീമതി ഗംഗമ്മ ചേച്ചി, എല്ലാവർക്കും, അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. എവിടെന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണം ഞാൻ, അല്ലേ? നമ്മൾ എവിടെന്നോ വന്നു, എവിടേക്കോ പോകുന്നു. ഇന്ന് 2025 ഏപ്രിൽ 20 ഈസ്റ്റർ ദിനത്തിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. എവിടെ പോയെന്ന് നമുക്കറിയില്ല. പക്ഷെ ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഈസ്റ്റർ നമ്മൾ മുട്ട പൊട്ടിച്ചോ അല്ലെങ്കിൽ ശവക്കറി കഴിച്ചോ ഗുരുജിയുടെ വാക്കി പറഞ്ഞ് ആഘോഷിക്കുന്നു. ചിലരുടെ ഉയർത്തെഴുന്നേൽപ്പ് ചിലരുടെ അവസാന ഇതാകുന്നു. അപ്പോൾ നമ്മൾ എവിടെ പോകുന്നു എന്ന് നമുക്കറിയില്ല. നമുക്ക് എവിടെ പോകാൻ കഴിയും, അതിൻ്റെ പഠനമാണ് സ്പിരിച്വാലിറ്റി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു കാര്യത്തിൽ ഇപ്പോൾ അബാക് മീഡിയ കണ്ടു തുടങ്ങിയത്, ചില കുട്ടികൾ കൈലാസത്തിൽ പോയി ശിവനെ കണ്ടു, ഗണപതിയെ കണ്ടു എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളും, നമ്മുടെ ആദരണീയനായ രോഗി സാറ് പ്രകോപനകരമായിട്ട് ഗുരുജിയോട് ചോദിക്കുന്ന ചോദ്യങ്ങളും അപ്പോൾ തോന്നിയിട്ടുണ്ട്, ഇദ്ദേഹം ആ ഗുരുജിയോട് എന്ത് ചോദ്യങ്ങളാണ് ചോദിക്കണമെന്ന് ശരിക്കും പറഞ്ഞാൽ തോന്നിയിട്ടുണ്ട്. കാര്യം ബോഡി ലാംഗ്വേജ് ഭയങ്കര ഒരു ഭീമൻ രഘു സ്റ്റൈലിലൊക്കെ ഇരുന്നിട്ട് ചോദിക്കുമ്പോൾ തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിലൂടെ കുറേയധികം കാര്യങ്ങൾ അറിയാൻ പറ്റി. അതിലിപ്പോൾ ഗുരുജി സൂചിപ്പിച്ച കൊതുകിൻ്റെ കാര്യം, ഞാനും കൊതുകിനെ കൊന്നുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് രോഗി സാറുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ഗുരുജി പറഞ്ഞു, കൊതുക് വന്ന് നമ്മളെ കുത്തുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം കാണും. ഞാൻ വീട്ടിലെ ബാറ്റ് മാറ്റി വെച്ചു. ഞാൻ കൊതുകിനെ അടിക്കാറില്ല ഇപ്പോൾ, സത്യം പറഞ്ഞാൽ. അപ്പോൾ കൊതുകും എന്നെ ഒന്നും ഉപദ്രവിക്കുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അപ്പോൾ ബാത്റൂമിൽ പോകുമ്പോൾ കാണാറുണ്ട് ചില കൊതുകൊക്കെ അവിടെ ഭിത്തിയിൽ ഇരിക്കുന്ന കാണാറുണ്ട്. അവരുടെയും ലോകമാണിത്. നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നതോ കേൾക്കുന്നതോ മണക്കുന്നതോ അല്ലാത്ത ലോകമുണ്ട്. അതിലേക്ക് എത്തിക്കുന്നവരാണ് ഗുരുക്കന്മാർ. അപ്പോൾ ഗുരുക്കന്മാരോടൊപ്പം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ രോഗി സാറിനോട് ചോദിച്ചു, എന്ത് ഗുരുക്കന്മാർ? നമ്മൾ ഒരു ആശാൻ പോലും ആയിട്ടല്ല, പിന്നെയല്ലേ ഗുരു എന്ന് ചോദിച്ചു. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് സങ്കല്പശക്തിയെക്കുറിച്ച് ചോദിക്കും, അല്ലേ? ഞാനിപ്പോഴും പറയുന്നൊരു കാര്യമാണ് സങ്കല്പശക്തി. അപ്പോൾ എൻ്റെ ഗുരു ബ്രഹ്മശ്രീ കൃഷ്ണമ്പ്രാന്തിരി തിരുമേനി അദ്ദേഹം പറഞ്ഞു തന്ന സമയത്ത്, ഇപ്പോൾ നമ്മുടെ തസ്മൈ ഗുരുജിയോട് ഒരു വ്യക്തി ചോദിച്ച പോലെ ഞാനും ഇതുപോലെ കുറേ ചോദ്യങ്ങൾ എൻ്റെ ഗുരുവിനോട് ചോദിച്ചിരുന്നു. എടമറുക് സാറിൻ്റെ ബുക്കും AT കോവൂർ സാറിൻ്റെ ബുക്കും ഒക്കെ വായിച്ചിട്ട് ഗുരുവിനോട് വന്ന് കുറേ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. എന്നെ ആ ബുക്ക് വായിക്കാൻ പഠിപ്പിച്ച ചേട്ടൻ ഭയങ്കര വിശ്വാസിയായി ഇപ്പോൾ. അപ്പോൾ അദ്ദേഹത്തിനോട് സങ്കല്പശക്തി ചോദിച്ചപ്പോൾ പലരും കമൻറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് സങ്കല്പശക്തി എന്താണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കഥയുണ്ട്. കഥയായിരിക്കാം, ചരിത്രമായിരിക്കാം, മിത്തായിരിക്കാം, തോന്നലുകളായിരിക്കാം, എന്തും പറയാം. മിത്തിൻ്റെ കാലമാണല്ലോ. അപ്പോൾ ഈ ഋഷിമാർക്ക് ചാതുർമാസം എന്ന് പറഞ്ഞൊരു കാലമുണ്ട്. ഒരു 4 സംസ്കൃത മാസം, 4 മാസം ഇല്ല, കുറച്ച് ഇതിൽ അവർ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കും. അവിടെ ഇരുന്നിട്ട് അവരുടെ ഉപാസനകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവും. അങ്ങനെ ഒരിക്കൽ വിശ്വാമിത്ര മഹർഷി വസിഷ്ഠ മഹർഷിയുടെ വീട്ടിൽ വന്നു, ആശ്രമത്തിൽ വന്നു, ചാതുർമാസം അനുഷ്ഠിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ചെയ്ത എല്ലാ പുണ്യത്തിൻ്റെ, എൻ്റെ ജപം തപം എല്ലാത്തിൻ്റെയും പുണ്യത്തിൻ്റെ, ഈ ചതുർമാസ കാലത്ത് ചെയ്ത എല്ലാ പുണ്യവും
അങ്ങയ്ക്ക് ഞാൻ നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വസിഷ്ഠ മഹർഷി വളരെ ആദരപൂർവ്വം സ്വീകരിച്ചു. അങ്ങയ്ക്കും നന്നാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ചതുർമാസം വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമത്തിൽ വരണമെന്ന് പറഞ്ഞ് വാക്കായി. അപ്പോൾ അടുത്ത ചതുർമാസത്തിൽ വിശ്വാമിത്ര മഹർഷിയുടെ വീട്ടിലല്ല, ആശ്രമത്തിൽ വസിഷ്ഠ മഹർഷി ചെന്നു. ചതുർമാസ കാലം കഴിഞ്ഞ് യാത്ര പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ചതുർമാസ കാലത്തിൽ ചെയ്ത ജപം തപം ഇതിൻ്റെ ഒരു ദിവസത്തെ ഫലം ഞാൻ അങ്ങേക്ക് തരുന്നു എന്ന് പറഞ്ഞു. അപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ആ 3-4 മാസത്തോളമുള്ള ഫലം അങ്ങേക്ക് തന്നിട്ട് അങ്ങ് എന്തുകൊണ്ടാണ് ഒരു ദിവസത്തെ മാത്രം എനിക്ക് തന്നത്? ആ ക്രയവിക്രയം ശരിയാകുന്നില്ല എന്ന് പറഞ്ഞ് ഇവർ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി. ഇതിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇതിൽ വസിഷ്ഠ മഹർഷി ചെയ്തത് ന്യായമാണോ? കാര്യം വിശ്വാമിത്ര മഹർഷി ഒരു ചതുർമാസക്കാലത്തെ പുണ്യപ്രവൃത്തികൾ വസിഷ്ഠ മഹർഷിക്ക് അനുഗ്രഹിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം ഒരു ദിവസത്തെ മാത്രം കൊടുത്തത് ന്യായമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഇത് ആധ്യാത്മിക വിഷയമാണ്, പുണ്യത്തിൻ്റെ വിഷയമാണ്, ഇതിൻ്റെ മറുപടി പറയാൻ എനിക്ക് സാധിക്കില്ല. ഇതിന് 3 വ്യക്തികൾ വരണം. ഈ 3 വ്യക്തികൾക്ക് മാത്രമേ ഇതിന് സാക്ഷ്യം പറയാൻ സാധിക്കുള്ളൂ, ഇതിൻ്റെ ജഡ്ജ്മെൻറ്റ് തരാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ്? 1 സൂര്യൻ, 2 വരുണൻ, 3 വരേണ്ടത് അനന്തനാണ്. മഹാവിഷ്ണു ശയിക്കുന്ന അനന്തനാണ്. അപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, അവരെയൊക്കെ ഞാനിപ്പോൾ പോയി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. സൂര്യനെ ചെന്ന് കണ്ട് സൂര്യൻ പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും വരാം, ബ്രഹ്മാവ് പറഞ്ഞല്ല. പക്ഷേ എൻ്റെ പകരം ആ ഡ്യൂട്ടി ചെയ്യാൻ ആരെ അവിടെ ഇരുത്തും? വല്ല വഴിയുണ്ടോ? ഇല്ല, ഞാൻ ആലോചിക്കട്ടെ. വരുണൻ്റെ അടുത്ത് ചെന്നു. വരുണൻ പറഞ്ഞു, ഞാൻ വരാം, പക്ഷേ അപ്പോൾ എൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ ആരുണ്ട്? ഞാൻ എൻ്റെ ചുമതല നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചുമതല ഞാൻ അങ്ങയുടെ കൂടെ വരുമ്പോൾ ആര് ചെയ്യും? അത് പറഞ്ഞ് ഓക്കെ, ഞാൻ വേറൊരു വഴി നോക്കട്ടെ എന്ന് പറഞ്ഞ് അനന്തൻ്റെ അടുത്ത് ചെന്ന്. അനന്തൻ പറഞ്ഞു, ഞാൻ വരാം, കുഴപ്പമില്ല, പക്ഷേ എൻ്റെ പകരം ഇവിടെ മഹാവിഷ്ണുവിന് ശയ്യയായിട്ട് പകരം ആരെയാണ് അങ്ങ് സജസ്റ്റ് ചെയ്യണത്? നടക്കുന്നില്ല. അപ്പോൾ തിരിച്ച് ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു. അവർ അസൗകര്യം പറഞ്ഞിരിക്കുകയാണ്, അവർക്ക് ലീവ് എടുക്കാൻ പറ്റുകയില്ല, ഡ്യൂട്ടിയിൽ വ്യാപൃതരാണെന്ന് പറഞ്ഞു. നമ്മളൊക്കെ ആണെങ്കിൽ ബാങ്കിലാണെങ്കിൽ എപ്പോൾ അത് ഒരു ലീവ് എഴുതി കൊടുത്തിട്ട് പോയെന്ന് നോക്കിയാൽ മതി. അപ്പോൾ വസിഷ്ഠ മഹർഷിയോട് പറഞ്ഞു ബ്രഹ്മാവ്, ഞാൻ ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. ഉറപ്പില്ല എന്ന് പറഞ്ഞു. ചെന്നു സൂര്യൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ വരണം. അപ്പോൾ സൂര്യൻ വരണമെന്ന് പറഞ്ഞപ്പോൾ സൂര്യൻ ഇത് തന്നെ എൻ്റെ ഡ്യൂട്ടി. അപ്പോൾ വസിഷ്ഠ മഹർഷി പറഞ്ഞു, എൻ്റെ ചെവിയിലുള്ള കുണ്ടലങ്ങളുണ്ട്, ഇത് ഞാൻ തൽക്കാലം ഇവിടെ വയ്ക്കാം, അത് ഇതിന് പകരം ആയേക്കും എന്ന് പറഞ്ഞു. ശരി, ഞാൻ വരാം. വരുണൻ്റെ അടുത്ത് ചെന്നു. വരുണൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ഇത് തന്നെ പറഞ്ഞു, ഞാൻ വന്നപ്പോൾ. അപ്പോൾ പറഞ്ഞു, എൻ്റെ ജലപാത്രം ആ കിണ്ടി ഉണ്ടല്ലോ അത് ഞാനിവിടെ വയ്ക്കാം, അത് തൽക്കാലത്തേക്ക് പാകമാകും തോന്നുന്നു. ശരി, ഞാൻ വരാം. അനന്തൻ്റെ അടുത്ത് ചെന്നു. ഇത് എന്ത് ചെയ്യാനാ? എൻ്റെ യോഗദണ്ഡ് ഞാനിവിടെ വയ്ക്കാം, അതിൽ വിഷ്ണു തൽക്കാലത്തേക്ക് ഇത് ചെയ്യും, അത് മതിയാകും തോന്നുന്നു. ശരി, അവർ 3 പേരും വരാമെന്ന് പറഞ്ഞു. ഈ ബ്രഹ്മാവിനോട് അറിയിച്ചു. ബ്രഹ്മാവിനെ വന്നറിയിച്ചു. അവർ 3 പേരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എവിടെയാണ് വരേണ്ടതെന്ന്. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഇതാണ് ശക്തി, സങ്കല്പശക്തി. നമ്മൾ എത്ര കാലത്തേക്ക് ചെയ്യുന്നു എന്നുള്ളതല്ല, എത്ര നേരം. ഇപ്പം നേരത്തെ ഗുരുജി പറഞ്ഞ പോലെ ഈ നിമിഷമാണ്, അദ്ദേഹം നേരത്തെ പറഞ്ഞതാണ്, ഈ നിമിഷമാണ്. ഈ നിമിഷത്തിൽ അടുത്ത ശ്വാസം നമ്മൾ എടുക്കും എന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല. ഈ ശ്വാസം പോയി കഴിഞ്ഞാൽ അടുത്ത ശ്വാസം എടുക്കും എന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല. 2, ഈ പറയുന്ന കുട്ടികൾ ഇവിടെ ആ ഗണപതി രോഹിത് സാറേ, ആ വന്ന കുട്ടിയുണ്ടെങ്കിൽ ഇത് പരിചയപ്പെടുത്തണം കേട്ടോ. അന്ന് ആദ്യത്തെ ഇൻ്റർവ്യൂ. അപ്പോൾ ആ കുട്ടീനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചു. അത് വന്നു കഴിഞ്ഞാൽ പരിചയപ്പെടണം. കാര്യം നമുക്ക് അസൂയ തോന്നും. ശരിക്കും പറഞ്ഞാൽ എനിക്കൊക്കെ അസൂയയാണ്. ഞാനൊക്കെ ഇത് 50 വയസ്സിലാണ് മനസ്സിലാക്കിയത്. അതും ഒരു ഹൃദയത്തിനൊരു ശസ്ത്രക്രിയയൊക്കെ ചെയ്യേണ്ടി വന്നു. കാര്യം അത്രയ്ക്കുള്ള കാർമ്മികങ്ങളായി. ഇങ്ങനെ ഗുരുക്കന്മാരോട് ചോദ്യം, ദൈവം എവിടെയുണ്ട്, അതുണ്ട് ഇവിടുണ്ട് എന്ന് പറഞ്ഞ് ലാസ്റ്റ് സാധാരണ പറയൂല, ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പൂവാണെന്ന് പറയുന്ന കാലമാണെന്ന്. ആ ഒരു 8ൻ്റെ പണി കിട്ടുമ്പോൾ ദൈവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മൾ പല ഡയമെൻഷനിലൂടെ അബോധാവസ്ഥയിൽ കിടക്കുമ്പോഴത്തേക്കും നമ്മൾ അത് മനസ്സിലാക്കും. ഇത് പറയുമ്പോൾ നമ്മുടെ ഒരു ശാസ്ത്രജ്ഞൻ, ന്യൂറോ സർജനാണ്, എബ്രഹാം അലക്സാണ്ടർ. രാധാകൃഷ്ണ പണിക്കർ സാറിൻ്റെ ബുക്ക് വായിച്ചാൽ മതി. അദ്ദേഹം 2010 കാലഘട്ടത്തിൽ, അപ്പോൾ ഈ ഫോറിനേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിലയുണ്ട് അല്ലേ. ഇപ്പോൾ അവർ ഗായത്രി ജപിക്കുന്നതുകൊണ്ട് നമ്മൾ ജപിക്കുന്നു. നമ്മൾ ഗണപതിയുടെ മുമ്പിൽ ചെന്ന് ഏത്ത ഇടുന്നത്, അവർ സൂപ്പർ ബ്രെയിൻ യോഗ എന്ന് പറഞ്ഞ് അവരുടെ വീഡിയോസ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളും ചെന്ന് ഏത്ത ഇടുന്നു. എന്താ അല്ലേ, ഞാനും സൂപ്പർ ബ്രെയിൻ യോഗ ചെയ്യാം. അപ്പം പറഞ്ഞ് ഏത്ത ഇടറ, ഗണപതിയുടെ മുമ്പിൽ ചെന്ന് ഏത്ത ഇട്ട് കഴിഞ്ഞാൽ സിദ്ധിയും ബുദ്ധിയും വരും, അത് ഗണപതിയുടെ ഭാര്യമാരാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളില്ല. പക്ഷെ സായിപ്പ് പറഞ്ഞ സൂപ്പർ ബ്രെയിൻ യോഗ നമ്മൾ ചെയ്യുന്നുണ്ട്.
അപ്പോൾ എന്ത് കാര്യവും സായിപ്പ് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അവര് കുംഭമേളയ്ക്ക് വരുമ്പോൾ നമ്മൾ തായ്ലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, പട്ടായ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, അങ്ങോട്ടേക്കുള്ള ഫ്ലൈറ്റൊക്കെ ഫുള്ളായിക്കൊണ്ടിരിക്കുക, ഇങ്ങോട്ടേക്ക് വരേണ്ട ഫ്ലൈറ്റുകൾ വിദേശത്തുള്ളത് ഫുള്ളായിക്കൊണ്ടിരിക്കുക. കാര്യം നമ്മളിപ്പോഴും ഭാരതത്തിൽ ജനിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ജന്മങ്ങൾ എത്ര പേരാണ് ഭാരതത്തിൽ ജന്മം എടുത്തിരിക്കണമെന്ന് അറിയില്ല. അവർ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോണത് അടുത്ത ജന്മമെങ്കിലും നമുക്ക് ഭാരതത്തിൽ ജനിക്കണമേ എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് സംശയമാണ്, നമ്മൾക്ക് പുനർജന്മം ഉണ്ടോ മുജ്ജന്മം ഉണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. അത് പഠനം നടക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ ഈ എബ്രഹാം അലക്സാണ്ടർ എന്ന് പറഞ്ഞ ആ ഡോക്ടർ, അദ്ദേഹം ഒരു മനഃശാസ്ത്ര പരമായിട്ടുള്ള കഴിവുകളുള്ളതാണ്. അദ്ദേഹം ന്യൂറോ സർജനാണ്. അദ്ദേഹത്തിന് മെനിഞ്ചൈറ്റിസോ അങ്ങനെ 2 മസ്തിഷ്കവും ഡാമേജ് ആയിട്ട് 10 ദിവസം അദ്ദേഹം ബെഡിൽ ആ ഒരവസ്ഥയിൽ നിന്ന് ആള് തിരിച്ചു വരികയില്ല. അദ്ദേഹത്തിൻ്റെ തന്നെ പുസ്തകമുണ്ട് കേട്ടോ. അപ്പം രാധാകൃഷ്ണ പണിക്കർ സാറിൻ്റെ പുസ്തകം വായിച്ചാൽ ഇത് എന്നാണെന്നെല്ലാം പറയാം. അപ്പോൾ അദ്ദേഹം 10 ദിവസം കഴിഞ്ഞിട്ട് ഇദ്ദേഹം കണ്ണു തുറന്നിട്ട് അദ്ദേഹം എഴുതി, ഈ 10 ദിവസങ്ങളിൽ അദ്ദേഹം കണ്ട കാര്യങ്ങൾ എന്താണെന്ന് എഴുതി. ഓരോ ദിവസവും ഏത് ലോകത്ത് എന്തുപോയി അദ്ദേഹം കണ്ടു. ഇപ്പം നമ്മളിവിടെ ചോദിക്കുന്നില്ലേ, കൈലാസത്തിൽ പോയാൽ ശിവനെ കാണാവോ ഗണപതിയെ കാണാവോ എന്നൊക്കെ. പക്ഷെ ഭാരതത്തിൽ ഈ പറയുന്ന 14 ഡയമെൻഷൻസ്, അതിലെ 10 ഡയമെൻഷൻസ് അദ്ദേഹം കവർ ചെയ്തു. അത് വായിച്ചു വരുമ്പോഴത്തേക്കും ഭാരതത്തിലെ ഗുരുക്കന്മാർ പറയുന്ന തലങ്ങൾ, ആത്മീയ തലങ്ങളുമായിട്ട് ബന്ധങ്ങളുണ്ട്. 10 ഡയമെൻഷൻ അദ്ദേഹം ഏതൊക്കെ പോയി എന്ന് പറയുന്നുണ്ട്. അപ്പം അതിൽ പറയുന്നുണ്ട് ഈ പരലോക നിയമങ്ങളിൽ, ഇപ്പം നേരത്തെ പ്രദീപ് സാറ് ചോദിച്ച പരലോക നിയമങ്ങളിൽ പറയുന്ന കുറച്ച് തലത്തിലൂടെ കൂടെ അദ്ദേഹം പോയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ നല്ലതായിട്ട് സിക്സ് പാക്കൊക്കെ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം ആത്മതലത്തിലേക്ക് പോകാൻ പറ്റും എന്നുള്ളത് അറിയില്ല. നമ്മൾ മൗനമായിട്ടിരിക്കുക. മൗനമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം നമ്മളോട് സംവദിക്കും. അത് ആദ്യമായിട്ട് പറഞ്ഞത് ഹിപ്നോട്ടിസം പഠിക്കാൻ പോയപ്പോൾ ആ സാറാണ് പറഞ്ഞത്, നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത് കുറേയധികം കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നു. ഇത് തന്നെ എൻ്റെ ഗുരുവും പറഞ്ഞിരുന്നു. ഗൗളി ശാസ്ത്രാദി ഇതൊക്കെ നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ നമുക്ക് കുറേ നിമിത്തങ്ങൾ കിട്ടും. അത് പക്ഷികളുടെ ചിലയ്ക്കലാകാം, അല്ലെങ്കിൽ വൃക്ഷത്തിൻ്റെ എന്തെങ്കിലും ആകാം. ഇപ്പോൾ ചെട്ടികുളങ്ങര എന്നുള്ള ആരെങ്കിലും ഉണ്ടോ? ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൽ എൻ്റെ ഗുരുജിയുടെ അളിയൻ അവിടെ മേൽശാന്തിയായിരുന്നു. അവിടെ പറഞ്ഞു കേട്ടതല്ല, നടക്കുന്ന സംഭവമാണ് ഇപ്പോഴും. അവിടെ ദേവി എന്തുകൊണ്ട് 6 മാസത്തേക്ക് മറ്റേ ഈ പറ എടുക്കാനായിട്ട് പോകും. ഈ ദേവി അവിടെ ഇങ്ങനെ തോളത്ത് വെച്ചിട്ടുള്ള എന്തുവാണ് അതിന് പേര്, ജീവത. ഇത് പോകുമ്പോൾ ഈ മതിൽ കടന്നു കഴിയുമ്പോൾ അതിൻ്റെ മുമ്പിലൊരു ഇതുണ്ട്, ആൽമരത്തിൻ്റെ ഒരു കൊമ്പൊടിഞ്ഞു വീഴുന്നു. അറിയാവോ? ശരിയാണോ? കഥയല്ല. അതെന്താ അത് പറയുമ്പോൾ മാത്രം കഥയാകുന്നത്? മിത്തും കഥയാകും. വിശ്വാസമല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നടന്നോ? അതപ്പ കഥയാകുന്നത് എങ്ങനെയാ? അതാണ് എനിക്ക് പിടിക്കാത്ത. അപ്പ കഥ മനസ്സിലായ? കഴിഞ്ഞ പ്രാവശ്യവും ജീവിതം എഴുന്നള്ളിച്ചപ്പോ വീണ് ആരും അതിന്റെ മുകളിൽ പോയിട്ട് ഇരുന്നിട്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ലേസർ വെട്ടിച്ചിട്ട് ആരും മുറിച്ചിട്ടതല്ലല്ലോ. എങ്ങനെയാ ഒരു ബലമുള്ള കമ്പ് ഒരു കാറ്റും കോളും ഇല്ലാത്ത സമയത്ത് ഈ ജീവിത പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോ എങ്ങനെ അവിടെ നിന്ന് മുകളിൽ നിന്ന് വീഴുന്നു? കഴിഞ്ഞ 2 വർഷത്തിന് മുൻപാണ് ഇത് നോട്ടീസ് ചെയ്ത് തുടങ്ങിയത് തന്നെ. അല്ല ഈ പ്രദീപ് സാർ സാറേ, ഈ പറയുന്ന മീഡിയയിൽ വളരെ എസ്റ്റാബ്ലിഷ്മെന്റ് വന്നിട്ടുണ്ടെങ്കിലും അവിടുത്തെ വിശ്വാസികൾക്ക് ഇത് വളരെ വ്യക്തമായിരുന്നു. പക്ഷേ പുറമേ നിന്നുള്ള ആൾക്കാർക്ക് മീഡിയയിൽ വന്ന ഡിബേറ്റിന് ശേഷമാണ് കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത് മിത്താണോ ഇത് കഥയാണോ എന്ന് പലർക്കും ക്ലാരിറ്റി ഇല്ലായ്മയുള്ളത്. പക്ഷെ അത് ശരിക്കും നടന്ന സംഭവം തന്നെയാണ്. ഞാൻ അവിടെ ചെട്ടികുളങ്ങര ഇപ്പൊ ഈ ബാക്കി വന്ന ശേഷം. നമസ്കാരം. അങ്ങയുടെ പേരെന്താ പറഞ്ഞേ? പ്രദീപ്. ഞാനൊരു ഓണാട്ടുകരക്കാരിയാണ്. അതായത് ചെട്ടികുളങ്ങരയുടെ തൊട്ടടുത്താണ് എൻ്റെ വീട്. എനിക്കിപ്പോൾ 40 വയസ്സായി. ആ ചെട്ടികുളങ്ങര അമ്പലത്തില് 40 വർഷത്തിന് മുൻപ് ആ ആലിന്റെ കൊമ്പ് ഒടിഞ്ഞു വീഴുന്ന ആ സമയത്ത് ജനിച്ച കുട്ടിയാണ് ഞാൻ. അപ്പൊ ഇത് ഞങ്ങളുടെ നാട്ടിലെ എല്ലാവർക്കും പറഞ്ഞു തരുന്നതാണ്. അന്ന് ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ പിന്നെ എല്ലാത്തിനെയും അംഗീകരിച്ച് വരുന്ന കാര്യം ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പബ്ലിസിറ്റി വന്ന് വൈറലാകുമ്പോഴായിരിക്കുമല്ലോ. അത് പക്ഷേ ഈ 2 വർഷം കൊണ്ടായിരിക്കാം സംഭവിച്ചത്. ഇത് 40 വർഷത്തിന് മുൻപേ ഉള്ള ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏതായാലും അത് സത്യമാണെന്ന് തെളിയിക്കാനായിട്ട് ചെട്ടികുളങ്ങര ദേവി ഒരാളെ ഇങ്ങോട്ട് അയച്ചു. താങ്ക് യു കേട്ടോ.
കാര്യം വളരെയധികം അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കാര്യം ഇപ്പോൾ ഇതിൻ്റെ എഴുന്നള്ളത്ത്, നമ്മുടെ തിരുവാഭരണം എഴുന്നള്ളത്ത് നടക്കുന്നത്, പട്ടാളക്കാർ കമാൻഡോസിന് ഡ്യൂട്ടി കൊടുക്കുന്നുണ്ട്. പരിന്തിനാരും ഡ്യൂട്ടി കൊടുത്തിട്ടില്ലല്ലോ. നിനക്ക് ഡെപ്യൂട്ടേഷനാണ്. മറ്റേ ആറന്മുള മുകളിൽ മറ്റേ തിരുവാഭരണം എടുക്കുമ്പോൾ നീ ചെന്ന് അവിടെ പറന്നോളം, അവിടെ നിന്ന് അടുത്ത റാന്നി എവിടെ എത്തുമ്പോൾ അടുത്ത ആൾ ഡ്യൂട്ടി വന്ന് പോലീസുകാർ ഡ്യൂട്ടി ചെയ്യണ പോലെ അവിടത്തേക്ക് അടുത്ത പരിന്തിന് ഡ്യൂട്ടി കൊടുത്തിട്ടില്ലല്ലോ. മറ്റേ വേറെ എവിടെ ചെല്ലുമ്പോൾ ആകെ ചെല്ലുമ്പോൾ വേറെ ആൾ കറങ്ങണമെന്ന് പറഞ്ഞ് പരിന്തിന് ഡ്യൂട്ടി കൊടുത്തിട്ടില്ലല്ലോ. എങ്ങനെ പോകുന്നു? നമുക്ക് നമ്മുടെ ഒറ്റ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഹിന്ദു മതം എന്ന് പറയും. ഒരു മതവും ഇല്ല. നമുക്കുള്ളൊരു പ്രശ്നം അതാ, നമുക്ക് ഹിന്ദു മതം എന്നൊന്നില്ല. ഉണ്ടെന്ന് വേറെ ആരോ നമ്മളെ ധരിപ്പിച്ച് വെച്ചിരിക്കുക. നമ്മുടെ അച്ഛനപ്പൂപ്പന്മാർ പറഞ്ഞു തന്നത് സത്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ അടുത്ത തലമുറയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ കുറേയധികം പുണ്യങ്ങൾ ചെയ്യാൻ പറ്റും.